Hi children, welcome back to my channel Smart School Student. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷ് ഫസ്റ്റ് മിഡ് ടേം എക്സാമിനേഷൻ്റെ ഒരു സാമ്പിൾ പേപ്പർ നമുക്ക് നോക്കാം. ടോട്ടൽ മാർക്സ് 20ലാണ്. ഫസ്റ്റ് സെക്ഷന് ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. സെക്ഷൻ 2 ഉണ്ട്, സെക്ഷൻ 3, അങ്ങനെ 5 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? സ്ലോവൻലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൃത്തിഹീനമായത്. എന്തുകൊണ്ടാണ് അവൻ്റെ ഹാബിറ്റ്സ് ഇങ്ങനെ വൃത്തിഹീനമായത് എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സ്ലോവൻലി എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഹീ ജസ്റ്റ് ത്രൂ ദി ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. എല്ലായിടത്തും വലിച്ചു വാരി ഇടും. അതുകൊണ്ടാണ് അവൻ്റെ സ്ലോവൻലി എന്ന് അതിൽ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? വീട്ടിലെ എന്തൊക്കെ വീട്ടുജോലികളാണ് ഈ റോബോട്ട് ഏറ്റെടുത്തത്? എന്തൊക്കെയാണ്? കുക്കിംഗ്, ക്ലീനിങ്, അയണിങ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് picking up Ricky's clothes from the floor. Third question, what does the author mean by he caught it red-handed? കയ്യോടെ പിടികൂടി, റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടികൂടി എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓത്തർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയില്ലേ കയ്യോടെ പിടികൂടി, ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് ഇടയിൽ കയ്യോടെ പിടികൂടി എന്നാണ്. ഇവിടെ എന്താണ് ചെയ്ത കുറ്റകൃത്യം എന്നുള്ളത് എന്താണ്? He saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. Means the robot was stealing his clothes എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. Fourth question, here sir, I did not know it was bothering you. What does the robot mean? എനിക്കറിയില്ലായിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. എനിക്കറിയില്ലായിരുന്നു ഇന്ന് റോബോട്ട് പറയാൻ കാരണം എന്താണ്? അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം റോബോട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഐ തോട്ട്, റോബോട്ട് വിചാരിച്ചു, യു ഡിഡ് നോട്ട് നീഡ് ദം, ഡ്രസ്സുകൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചെന്നാണ് റോബോട്ട് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഡ്രസ്സുകൾ എടുക്കുന്നത് റിക്കിക്ക് ഒരു ശല്യമായിട്ട് തോന്നുമെന്ന് റോബോട്ട് അറിഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ദ ഓതർ മീൻസ് ദാറ്റ് ഇറ്റ് ഡിഡിൻറ്റ് നോ ടേക്കിംഗ് റിക്കീസ് ബിലോങ്ങിങ്സ് വാസ് ബോത്തറിങ് ഹിം. ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സാധനങ്ങൾ എടുക്കുന്നത് അത് അവനൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടെന്നുള്ളത് ഈ റോബോട്ടിന് അറിയില്ലായിരുന്നാണ് റോബോട്ടോടെ പറയുന്നത്. Fifth question, what changes came about in Ricky's behavior? പിന്നീട് റിക്കിയുടെ ബിഹേവിയറിൽ കണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? He decided to become a maximum efficiency boy. He put real care into how he treated his things. He kept them tidy and made sure he didn't have more than what was necessary. കണ്ടോ, ഇതൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയത്. ഒരു മാക്സിമം എഫിഷ്യൻസി ബോയായി മാറാൻ ശ്രമിച്ചു. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയി. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ റൂമിൽ വെച്ചുള്ളൂ. Sixth question, what are the different kinds of robots? The first one നോക്കാം. ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. മിലിറ്ററി റോബോട്ട്സ്, ഇൻഡസ്ട്രിയൽ റോബോട്ട്സ്, മെഡിക്കൽ റോബോട്ട്സ് ആൻഡ് സർവീസ് റോബോട്ട്സ്. നെക്സ്റ്റ് സെക്ഷൻ 2, arrange the events in proper order. ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് ഇൻ പ്രോപ്പർ ഓർഡർ. ഫസ്റ്റ് വൺ, 5 സെൻറ്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ടീഷർട്ടിന് ഫുട്ബോളിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കുന്നു. റിക്കി കംപ്ലയിൻസ് ടു ഹിസ് പാരൻസ് എബൌട്ട് ദ ബട്ട്ലർ റോബോട്ടിനെ പറ്റി കംപ്ലയിൻറ്റ് പറയുന്നു. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. അവൻ്റെ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ കെയർ കൊടുക്കാൻ തുടങ്ങി. Fifth point is Ricky becomes ashamed of how he treated his belonging. എങ്ങനെയാണ് അവൻ്റെ സാധനങ്ങൾ അവൻ എടുത്തു വച്ചിരുന്നുള്ള ചിന്തിച്ചപ്പോൾ അവന് തന്നെ ഒരു കുറച്ചിലായിട്ട് തോന്നി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഓർഡറിൽ എഴുതണം നോക്കാം. ഫസ്റ്റ് വൺ എന്തായാലും ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദിസ് അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിക്കിക്ക് പാരൻസ് പർച്ചേസ് എ ബട്ട്ലർ റോബോട്ട്. പിന്നെ എന്താണ് വന്നത്? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ അല്ലേ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, റിക്കി കംപ്ലെയിൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്.
ദെൻ അപ്പോൾ ആ റോബോട്ടിൻ്റെ മറുപടി കേട്ടപ്പോൾ എന്ത് പറ്റി റിക്കിക്ക്? റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്തായി മാറി? റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ. ഇത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ആൻസർ എഴുതണം. സെക്ഷൻ 3 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാനിയ ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. Unfortunately, it has stopped working. Write an email to the company to get it repaired. ഇപ്പോൾ ലാനിയ വാങ്ങിച്ച വാഷിംഗ് മെഷീന് പോപ്പുലർ ഔട്ട്ലെറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. പക്ഷേ ഇത് വർക്ക് ചെയ്യാണ്ടായി. അപ്പോൾ ഒരു ഇമെയിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ സാമ്പിൾ കൊടുത്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണപ്പരീക്ഷയ്ക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പലരും മെയിൽ അയച്ചിട്ടുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. 2 എന്നുള്ളത് ആർക്കാണ് എഴുതേണ്ടത്? ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെയിൽ ID എഴുതാം. 123@gmail.com. സബ്ജക്റ്റ് കംപ്ലെയിൻറ്റ് റിഗാർഡിങ് വാഷിംഗ് മെഷീൻ അല്ലേ? അങ്ങനെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് കൊടുക്കണം ഉള്ളിൽ അതിൻ്റെ ബോഡി ഓഫ് ദ മെസ്സേജ് ഉണ്ട്, അതിലെഴുതണം സർ I purchased a washing machine from your company a few weeks ago, but it is not working now. Kindly attend to the issue at the earliest. Copies of necessary documents are attached. എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാറയാണ്, ഇവിടെ ലാനിയ എന്ന് എഴുതണം. അപ്പോൾ ഇതിൽ നെസസറി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ബിൽ കോപ്പീൻ്റെ ഫോട്ടോ എടുത്ത് അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ വാറൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ അതും എടുത്ത് അറ്റാച്ച് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 4 നമുക്ക് നോക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് ആസ് ഇൻ റിക്കീസ് ഹോം വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. അപ്പോൾ റിക്കി ചെയ്യുന്ന പോലെ നമ്മുടെ വീട്ടിലും കുറേ ഗാഡ്ജറ്റ്സ് ഉണ്ടാവും. ദ എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻ അസ് ടു. അത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു, എൻ്റർടൈനും ചെയ്യുന്നു. ബട്ട് ഓഫൻ ദേ ആർ മിസ്യൂസ്ഡ്. പക്ഷെ പലപ്പോഴും ഇത് മിസ്യൂസ് ചെയ്യാറാണ് പതിവ് പലരും. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ ഡിസൈനിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഇതൊരു സാമ്പിൾ പോസ്റ്ററാണ്. അതുകൊണ്ടൊരു കാർട്ടൂൺ പോലെ കുറച്ച് ആൾക്കാർ നമ്മൾ വരയ്ക്കുക. ഒരാൾക്ക് നോക്കി 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 കണ്ണ് വയ്യാണ്ടാവണോ. ദെൻ ഒരാൾ ചാറ്റ് ചെയ്തിട്ട് അതിന് കണ്ടോ ചങ്ങല പോലെ അതിനോട് എന്താണ് അഡിക്റ്റഡ് ആണ്. ഒരാൾ ലാപ്ടോപ്പിൽ സിനിമ ആണ് എന്തോ ചെയ്യുന്നു. ജസ്റ്റ് സാമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാവനയിലുള്ളത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. At last, Ricky understands that the robot was not misprogrammed. Ricky felt ashamed of himself. What would be his thoughts realizing his mistake? എന്തായിരിക്കും ഈ മിസ്റ്റേക്സ് ഒക്കെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിക്കിയുടെ തോട്ട്സ്? ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഡയറി റൈറ്റിംഗ് പോലെയും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്താം. I realized my mistakes. എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് മനസ്സിലായി. I understood that the robot was neither broken or misprogrammed. എനിക്ക് മനസ്സിലായി റോബോട്ട് ചീത്തയായതോ മിസ്പ്രോഗ്രാം ചെയ്തതല്ല. rather it had been programmed so well. നന്നായിട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതാണ്. But I called him a thief. ഞാൻ അവനെ കള്ളനെന്ന് വിളിച്ചു. Argued with my father. ഫാദറായിട്ട് ആർഗ്യൂ ചെയ്തു. I regret deeply. ഞാൻ വളരെയധികം പശ്ചാത്തപിക്കുന്നു. ഐ ഫീൽ അഷെയിംഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ ഒരു മോശമായിട്ട് തോന്നാണ്. ഹി ഓൺലി ഹെൽപ്പ് മീ ടു ക്ലീൻ മൈ റൂം ആൻഡ് പുട്ട് തിങ്സ് ഇൻ ഓർഡർ. ഈ റോബോട്ട് ഹെൽപ്പേ ചെയ്തിട്ടുള്ളൂ റൂം ക്ലീൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഓർഡറിൽ വയ്ക്കാനും. ഇനി ഞാൻ എന്ത് ചെയ്യും? ഐ ഹാവ് ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഞാൻ നല്ല മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ ഞാൻ തീരുമാനിച്ചു. ലൈക്ക് ഹിം, റോബോട്ടിനെ പോലെ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് മൈ പോക്കറ്റ് മണി. പോക്കറ്റ് മണി വെച്ച് ഞാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യാനും ഞാൻ തീരുമാനിച്ചു. ടുഡേ റോബോട്ട് ടോട്ട് മീ എ ഗുഡ് ലെസൺ. ഇന്ന് റോബോട്ട് എന്നെ ഒരു നല്ല ലെസൺ പഠിപ്പിച്ചു തന്നു.